അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا وقع القول عليهم أخرجنا لهم دابة من الأرض تكلمهم أن الناس كانوا بآياتنا لا يوقنون. ويوم نحشر من كل أمة فوجا ممن يكذب بآياتنا فهم يوزعون. حتى إذا جاءوه قال أكذبتم بآياتي ولم تحيطوا بها علما أم ماذا كنتم تعملون. ووقع القول عليهم بما ظلموا فهم لا ينطقون. അപ്പോൾ وإذا وقع القول عليهم എന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ സംഭവിക്കുമ്പോൾ എന്നാണ്. ആ കൗല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാക്ക്, അതായത് ലോകത്തിൻ്റെ അവസാനം അള്ളാഹു അവർക്ക് നിശ്ചയിച്ച ആ ലോകാവസാനം എന്നതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ലോകം ഇല്ലാതെയാകുന്ന ആ ഒരു അവസ്ഥ. അത് സംഭവിക്കുമ്പോൾ അഖ്റജ്നാ ലഹും ദാബത്തം മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ഒരു മൃഗത്തെ നാം അവർക്ക് വേണ്ടി പുറപ്പെടുവിച്ചു കൊടുക്കും എന്നാണ്. അവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. അതായത് ലോകാവസാനത്തിൻ്റെ അടയാളമായി ദാബത്തുൽ അർള്, ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു മൃഗം എന്നാണ് അത് സംബന്ധമായി ഹദീസുകളിൽ വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ പലരും പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അതിന് നടത്തിയിട്ടുണ്ട്. അതിലൊന്നും ഏതെങ്കിലും തരത്തിൽ ഹദീസുകളുടെയോ അല്ലെങ്കിൽ പൂർവികരുടെയോ പിൻബലമില്ല, കെട്ടുകഥകൾ മാത്രമാണ്. അലി ഇബ്നു അബീ താലിബാണ് ദാബത്ത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, മഹ്ദിയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് എന്തൊക്കെയോ വ്യാഖ്യാനിച്ചു എന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ചയായി ഈ ഖുർആൻ ഓതി തന്നുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോകത്തിൻ്റെ അവസാനമായിക്കൊണ്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഭൂമിയിലെ ഒരു ആയത്ത് ദൃഷ്ടാന്തവും ആകാശത്തിലെ ഒരു ദൃഷ്ടാന്തവും. ഒന്ന്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നു, അതാണ് ആകാശത്തിലെ ഒരു ദൃഷ്ടാന്തം. മറ്റൊന്ന്, ഭൂമിയിലേത് ദാബത്തുൽ അർള് വരുന്നു, അത് ജനങ്ങളോട്, വഴിതെറ്റിപ്പോയ ജനങ്ങളെപ്പറ്റി സംസാരിക്കുന്നു എന്ന. മുഴുവനും ദാബത്ത്, അള്ളാഹു തആല ഒരു ദാബത്തിനെ പുറപ്പെടുവിക്കുക എന്നുള്ളതിനൊരു ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത, അതായത് നമ്മളുടെ യുക്തിക്ക് പറ്റാത്ത ഒരു കാര്യം. ഒരു ദാബത്ത് വരും, ആ ദാബത്ത് പിന്നെ ജനങ്ങളോട് സംസാരിക്കുന്നു, അതാണ് ദാബത്തം മിനൽ അർളി തുകല്ലിമുഹും, അത് അവരോട് സംസാരിക്കുന്നു. കലാം, എന്താണ് കലാം? അന്നന്നാസ കാനൂ ബി ആയാത്തിനാ ലാ യൂഖിനൂൻ, ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ
ദൃഢമായി വിശ്വസിക്കുന്നില്ലെന്ന് അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ജനങ്ങളൊന്നും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ ആയത്ത് വിശ്വസിക്കുന്നില്ല എന്ന് സംസാരിക്കുന്ന ഒരു 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 ദാബത്ത് അവിടെ വരും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അപ്പുറം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദീസിൽ കൂടി പറഞ്ഞിട്ടുണ്ട് എന്നതല്ലാതെ ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളെയും പറ്റി നമ്മളുടെ പരിമിതമായ ബുദ്ധി, കാര്യകാരണങ്ങൾ വെച്ചുകൊണ്ടുള്ള ബുദ്ധി കൊണ്ട് അതിനെ ഉണ്ടെന്ന് അത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതില്ല എന്ന് പറയുകയോ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് നമ്മളൊരു വ്യാഖ്യാനം കണ്ടെത്തുകയോ ചെയ്യേണ്ടതില്ല. അല്ലാഹു അഅലം. അത്രേ നമുക്കതിലുള്ളൂ. നമുക്കെന്തെല്ലാം കാര്യങ്ങൾ, നമ്മളറിയാത്ത കാര്യങ്ങളുണ്ട്. ഒമാ ഊതീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. ഈ കണ്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു തആല തന്നെ ഇറക്കിക്കൊടുത്ത ഈ 114 സൂറത്തുകളിലായി കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും അള്ളാഹ് പറഞ്ഞത് ഇൽമ് അല്പമല്ലാതെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഖുർആനിൽ പറയുന്ന ഈ കാര്യങ്ങൾക്കപ്പുറത്തുള്ള ഇൽമ് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതിൻ്റെയും അപ്പുറത്തുള്ള ഇൽമുകളുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ആ ഇൽമ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നത് അള്ളാഹ് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. ഇനി നോക്കൂ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാമാത്തു സുഗ്റ, അലാമാത്തുൽ കുബ്ര, 2 തരത്തിലുള്ള അലാമത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖിയാമത്തിൻ്റെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായിട്ട് അലാമാത്തു സുഗ്റ, ചെറിയ അലാമത്തുകൾ, അത് ഒരുപക്ഷെ കുറേ മുമ്പ് തന്നെ വരുന്ന, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിക്കൊണ്ട് ആദ്യമാദ്യം വരുന്ന അലാമത്തുകൾ. പിന്നീട് അലാമത്തുൽ കുബ്ര, വലിയ വലിയ അലാമത്തുകൾ, അതായത് ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള അലാമത്തുകൾ. അത് പല പണ്ഡിതന്മാരും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിർദ്ധാരണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന്, കസ്റത്തുൽ മാൽ, അതായത് സമ്പത്ത് വർദ്ധിക്കുക. നാടോടികളായി തിന്നാൻ ഒന്നുമില്ലാതെ തോലുകൾ ഉണക്കി വെച്ച് അത് വെള്ളത്തിൽ മുക്കി തിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അധികകാലവും ജീവിച്ചത്. പിന്നീട് കുറച്ച് സമൃദ്ധിയൊക്കെ ഉണ്ടായി അവസാന കാലത്ത് എന്നതൊഴിച്ച്. രോമവും രക്തവും കൂടി കൂട്ടിക്കുഴച്ച് കട്ടിയാക്കി അത് തിന്നിരുന്നു എന്നൊക്കെ നമുക്കറിയാലോ. അങ്ങനെയുണ്ടായിരുന്ന ഭക്ഷണത്തിന് 2 മാസക്കാലം തുടർച്ചയായി റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ പോലും പച്ചവെള്ളവും കാരക്കയുമല്ലാതെ തിന്നാനുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നബി പറയാണ് സമ്പത്ത് വർദ്ധിക്കും, കസ്റത്തുൽ മാലുണ്ടാകും. അതുണ്ടായിട്ടുണ്ടല്ലോ. നബി പറഞ്ഞ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ഖുറൈശികൾ പ്രഖ്യാപിച്ചു, മുഹമ്മദിനെയും അബൂബക്കറിനെയും ജീവനോടെയോ അല്ലെങ്കിൽ അല്ലാതെയോ പിടിച്ച് കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ഞങ്ങൾ പാരിതോഷികം നൽകുകയാണെന്ന് ഖുറൈശികൾ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം കേട്ട് പലരും മുഹമ്മദ് നബി ഏത് വഴിക്ക് പോയി നോക്കാൻ വേണ്ടി സൗർ മല കയറി, അവിടെയുള്ള മക്കത്തെ മലകൾ മുഴുവനും കയറി, ഗുഹകൾ മുഴുവനും തപ്പി. ഈ ഗുഹയല്ലാത്ത എല്ലാ ഗുഹകളും അവർ തപ്പി. മരുഭൂമിയിൽ കൂടി മലയുടെ അപ്പുറത്ത് മദീനയിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ മരുഭൂമികളും അവർ അരിച്ചുപെറുക്കി. അവസാനം സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കണ്ടെത്തി മുഹമ്മദ് നബിയും അബൂബക്കർ സിദ്ദീഖും പോകുന്നതായിട്ട്. നബിയുടെയും സിദ്ദീഖുൽ അക്ബറിൻ്റെയും കൂടെ അദ്ദേഹം പിന്തുടർന്നു. ശക്തനായ അദ്ദേഹം കുതിരപ്പുറത്ത് പിന്തുടർന്നിട്ട് നബി അബൂബക്കർ സിദ്ദീഖിനും നബിനെയും കയ്യെത്താ ദൂരത്തെത്തിയപ്പോൾ കുതിര മണ്ണിൽ പൂണ്ടു, കാല് മണലിൽ പൂണ്ട് വീണു. അദ്ദേഹം വീണു, വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഓടി. അപ്പോൾ ഒക്കെ നബിയോട് മുഹമ്മദ് ഒന്ന് പ്രാർത്ഥിക്ക്, ഞാൻ ഇനി ചെയ്യൂല. അങ്ങനെ നബി പറഞ്ഞു, ഇനി എഴുന്നേറ്റോ, എന്നിട്ട് പൊയ്ക്കോ. വീണ്ടും വന്നു. 2-3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ
സുറാഖത്തിന് ബോധ്യമായി ഇത് പിടിക്കിട്ടാവില്ല, ഇത് മറ്റൊരു ശക്തി തന്നെയാണ്, ഇത് ഞാൻ വിചാരിച്ചതല്ല, മുഹമ്മദിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം, സുറാഖത്ത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ വിശ്വസിക്കണം, ഞങ്ങൾക്ക് പിന്നിൽ ജിബ്രീലിൻ്റെ ശക്തിയാണ് എനിക്കുള്ളത്, ജിബ്രീലാണ് എന്നെ പിന്തുണക്കുന്നത്, എന്നെയും എൻ്റെ സഹോദരനെയും നിങ്ങൾക്ക് പിടികിട്ടുകയില്ല എന്ത് ശ്രമിച്ചിട്ടും. നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരൂ, പിൽക്കാലത്ത് കിസ്റയുടെ വളകൾ നിങ്ങളുടെ കയ്യിലെത്തും. പണമല്ലേ നിങ്ങൾക്ക് ആവശ്യം? ഖുറൈശികളുടെ 100 ഒട്ടകം കരുതി നിങ്ങൾ എൻ്റെ പിന്നാലെ ഓടേണ്ടതില്ല, നിങ്ങൾക്ക് കിസ്റയുടെ സ്വർണവളകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടും, നിങ്ങൾ ദീനിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ സുറാഖത്ത് പിന്നെ നിരാശപ്പെട്ട് ഓടി. പക്ഷേ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, എന്താണ് ആ മുഹമ്മദ് പറഞ്ഞത്? നബിയുടെ ഒരു വശം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, പിടിക്കാൻ കിട്ടണില്ല, എത്രയായാലും പിടിക്കാൻ കിട്ടിയിട്ടില്ല, അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ഖുറൈശികളുടെ 100 ഒട്ടകത്തിനേക്കാളും കിസ്റയുടെ വള കിട്ടും എന്ന്, 2 വള കിട്ടുമെന്ന് നബി പറഞ്ഞതായിട്ടൊക്കെ ഹദീസ് ചരിത്രങ്ങളിൽ കാണാം. അതെന്താ പറഞ്ഞത്? അവസാനം സുറാഖത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം വിശ്വസിച്ചു. പിന്നീട് ഒരുപാട് യുദ്ധത്തിൽ, അദ്ദേഹം നല്ല പോരാളിയായിരുന്നു, യുദ്ധത്തിൽ പങ്കെടുത്തു. അവസാനം റോമക്കാരെയും പേർഷ്യക്കാരുമായുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ആ വിജയിച്ചതിൻ്റെ ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വനീമത്ത് സ്വത്ത് ഒന്നാകെ കുന്നുകൂടി. കിസ്റയുടെ സ്വർണ്ണാഭരണങ്ങളും രത്നമാലകളും അടക്കമുള്ള വനീമത്ത് കുന്നുകൂടിയപ്പോൾ സുറാഖത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, റസൂലുള്ളാഹി എനിക്കിങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് നീതിപൂർവകമായിട്ട് വനീമത്ത് വാങ്ങിക്കാൻ കഴിയൂ. അവസാനം ഉമർ റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടു റസൂലുള്ളാഹി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന്. ആ 2 വളകളും കിസ്റയുടെ രാജകീയമായ 2 വളകൾ, അദ്ദേഹം ധരിച്ചിരുന്ന ആ 2 വളകൾ അവസാനം ഉമർ ഗനീമത്ത് സ്വത്തായിട്ട് സുറാഖത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകന് പറഞ്ഞ കാര്യങ്ങൾ കൊല്ലങ്ങൾക്ക് ശേഷം പലതും സംഭവിച്ചിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ഒളിച്ചോടി ഗുഹയിൽ 3 ദിവസം കഷ്ടപ്പെട്ട് അവസാനം മദീനയിലേക്ക് ഒളിച്ചോടുന്ന ദയനീയമായി, ഇനി മദീനയിൽ എത്തിയാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല, അത്രമാത്രം ദയനീയമായ ആ മദീന യാത്രയിലെ മരുഭൂമിയിലാണ് പ്രവാചകൻ പറയുന്നത്, കിസ്റൻ്റെ വള കിട്ടും നിൻ്റെ കയ്യിൽ, 100 ഒട്ടകത്തിനേക്കാളും വലിയത്. ആ വളകൾ അദ്ദേഹത്തിന് കിട്ടി. പിന്നീട് ഒരു സഹാബികൾക്ക് ബോധ്യപ്പെട്ടു, അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പല പ്രവചനങ്ങളും അത് ആളുകൾക്ക് അന്ന് ബോധ്യപ്പെടുകയില്ലെങ്കിലും പിന്നീട് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം നബി പറഞ്ഞു വെച്ച പല വിഷയങ്ങളും നമുക്കിന്നും പുലർന്നിട്ടില്ല. പുലരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം, കാരണം പറഞ്ഞിടത്തോളമൊക്കെ പുലർന്നിട്ടുണ്ട്. ഇനി ഈ മദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പിന്നെ ഒബർ മദറിലുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ദീനത്വം, ഉബർ മദർ എന്ന് പറയണമെങ്കിൽ ഭൂമിൻ്റെ എല്ലാ ഭാഗവും എന്നാണ് അർത്ഥം, എല്ലാ മുക്കുമൂലകളിലും ഈ ദീനത്വം. അതിപ്പോൾ എത്താത്ത സ്ഥലങ്ങൾ എവിടെയാണ്? ഇസ്ലാം എത്താത്ത സ്ഥലമില്ലല്ലോ. ജസീറത്തുൽ അറബിൻ്റെ മൂലയിൽ ആ ഒരു നാടോടി വർഗത്തിൽ നിന്ന് തുടങ്ങിയ ദീന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തി. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് വൻ ശക്തികൾ ഭയപ്പെടുന്നത് ഇസ്ലാമിനെയാണ്. ആരും ഭയപ്പെടുന്നത് ഇസ്ലാം അത് വളരുമോ, മുസ്ലിങ്ങൾ വർദ്ധിക്കുമോ, ഇസ്ലാമിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുമോ എന്നതാണ് അവർക്ക് ഭയം. അതുകൊണ്ടാണല്ലോ ഈ അക്രമങ്ങളും മറ്റതൊക്കെ ഉണ്ടാകുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്, ഇസ്ലാം അതിജയിക്കും എന്നതുകൊണ്ടാണ്. പക്ഷേ നബി പറഞ്ഞു ഇസ്ലാം അതിജയിക്കും, ഈസാ നബി അലൈഹി ഇസ്ലാം വരും, എന്നിട്ട് ഇസ്ലാമിക ശരീഅത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. ചില ഹദീസുകളിൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന പേരായ ഒരു പരിഷ്കർത്താവ് വരും, മഹ്ദി, ഇമാം മഹ്ദി, എന്നിട്ട് ജനങ്ങളെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ വെച്ചിട്ട്, ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക്
അതാണ് ഇതാണ് അല്ലെങ്കിൽ ഉണ്ടാവില്ല, ഇതൊന്നും വെച്ച് നമുക്ക് പറയാൻ കഴിയില്ല. പറഞ്ഞിടത്തോളൊക്കെ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനിയുള്ളതും ഉണ്ടാകും. അത്രയേ നമുക്ക് ദാബത്തുൽ അർദിനെ പറ്റി മനസ്സിലാക്കേണ്ടുള്ളൂ. നബി പറഞ്ഞിട്ടുണ്ട്, കസ്റത്തുൽ മാല്, സമ്പത്ത് വർദ്ധിക്കും, സദക്ക സ്വീകരിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ വരും. അതിന് പിന്നെ നബിയുടെ പിന്നെ ഫുതൂഹാത്തുകൾ, ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചപ്പോൾ ആർക്കും സദക്ക വേണ്ടാത്ത വിധം പേർഷ്യയും റോമൊക്കെ ഇസ്ലാമിന് കീഴടങ്ങിയപ്പോൾ അവർക്ക് സമ്പത്ത് കുന്നുകൂടിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇനിയും അത് വന്നുകൂടായില്ല. ഏതായിരുന്നാലും സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ടല്ലോ. അറബി നാടിലെ വരണ്ട ഭൂമി മറജുകളായിട്ട് പച്ചപ്പുള്ള നാടുകളായിട്ട് മാറുമെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ നബി വരേണ്ട കാര്യം? ആ മൊട്ടക്കുന്നുകളും വരണ്ട ഭൂമികളും പച്ചപ്പുള്ള നാടുകളായി മാറും. അതങ്ങനെ പച്ച പിടിച്ച് വരുന്നുണ്ട് എന്നാണ് നമുക്കിപ്പം മനസ്സിലാവുന്നത്. പക്ഷേ അതാണോ ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അറബ് നാടിൻ്റെ പെട്രോ ഡോളറിൻ്റെ സമ്പത്ത് കൊണ്ട് അവർ നനച്ചുണ്ടാക്കി പച്ചപ്പുണ്ടാക്കുകയായിരിക്കാം. പക്ഷേ ഇതൊക്കെ നബി പറഞ്ഞ ചില സൂചനകൾ നമുക്കങ്ങനെ കിട്ടുന്നുണ്ട്. സമ്പത്ത് വർദ്ധിക്കുമെന്നുണ്ട്. ഒരുപാട് പ്രവാചകത്വം അവകാശപ്പെടുന്നവർ എൻ്റെ കാലശേഷം ഉണ്ടാകുമെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതുണ്ടായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ ഉടൻ തന്നെ മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അൻസി, മുസൈലിമത്തിൻ്റെ ഭാര്യ സജാഹ് ബിൻ മാലിക്, സജാഹ് എന്ന് പറയുന്ന പെണ്ണ്, തുലൈഹത്ത് എന്ന് പറയുന്ന മറ്റൊരു പടയാളി, ഉലാം മുഹമ്മദ് ഖാദിയാനി, ഈ അവസാന നൂറ്റാണ്ടിൽ മുഖ്താർ ബിൻ അബി ഉബൈദ്, അതിൻ്റെ മുമ്പ് ഒരുപാട് ആളുകൾ ഞാനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പല കാര്യങ്ങളും ഉണ്ടാകും. ഹിജാസിൽ നിന്ന് തീ വരും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളൊന്നും നമുക്ക് അങ്ങനെ ദുർബലമാണ് എന്നൊന്നും പറയാൻ പറ്റാത്ത, ഹിജാസിൽ നിന്ന് തീ വരും. എന്തായിരിക്കും അറിയുന്നത് നമുക്ക് പറഞ്ഞുകൂടാ. തീ കത്തുന്നാണോ? ഹിജാസ് ഒന്നാകെ തീ പിടിക്കുന്ന, ഒരു ഡോളറിന് തീ പിടിക്കുന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഡോളറിന് തീ പിടിക്കുന്നതാണ്. അതല്ല മറ്റെന്തെങ്കിലും വരുമോ? അല്ലെങ്കിൽ വേറെ തീ എന്ന് പറയുന്നത് നല്ല തോക്കുകളും ടാങ്കുകളുടെയും യുദ്ധമാണോ? ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ചിലതൊക്കെ അറിയാത്തതുണ്ട്. ചിലൊക്കെ നമുക്ക് ഖബുലുൽ ഉലമാ, പണ്ഡിതന്മാരെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്മാർ നാട്ടിലില്ലാതാവും. അറിവില്ലാത്ത ആളുകൾ ഫത്വ കൊടുക്കും. എന്നിട്ട് ജനങ്ങൾ പിഴച്ചു പോകും. അവർ പിഴപ്പിക്കും. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ ഫത്വ കൊടുക്കുകയും എന്നിട്ട് ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും. യഥാർത്ഥമായ ഖുർആനിൻ്റെയും നബി ശരീഅയുടെയും പൊരുളെന്താണെന്ന് പഠിക്കാത്ത പണ്ഡിതന്മാർ വരും. ദീന് പഠിച്ച പണ്ഡിതന്മാരില്ലാതെയാകും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ ശരിയായി വരുന്നില്ലേ? അതുപോലെ തന്നെ സലാസിലുകൾ വർദ്ധിക്കും, ഭൂകമ്പങ്ങൾ വർദ്ധിക്കും. നബി പറഞ്ഞതാണ്. അതെന്താണ് ആ പറഞ്ഞത് എന്നുള്ളത് ഒരുപക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ നിശബ്ദമായി അത് ഇതായിരിക്കാമെന്ന് പറയാമെന്നുള്ളതല്ലാതെ അത് ഇതാണ് എന്ന് പറയാൻ നമുക്ക് തെളിവില്ല. പക്ഷെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സലാസിലുകൾ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കും, കാലം അടുത്തു വരും. നബി പറഞ്ഞ തഖാറബുസ്സമാൻ, കാലം അടുത്തു വരും. അതായത് പെട്ടെന്ന് ഒരു കൊല്ലം ഒരു മാസത്തിൻ്റെ ദൈർഘ്യവും, ഒരു മാസം ഒരാഴ്ചയുടെ ദൈർഘ്യവും, ഒരാഴ്ച ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യവുമായിട്ട് നമുക്ക് തോന്നും. എന്നാ ഇപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞത്? ഇപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. അല്ലെങ്കിൽ എന്നാ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ്, നോൽമ്പ് കഴിഞ്ഞ്, ഇതാ നോൽമ്പായല്ലോ. അങ്ങനെ കാലം അടുത്ത് വരും. നമുക്കിങ്ങനെ തോന്നുകയാണ് എത്ര പെട്ടെന്നാണ് കാലങ്ങളും ദിവസങ്ങളും പോകുന്നത് എന്ന്. ഹർജ് വർദ്ധിക്കും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഹർജ് എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങൾ, അനാവശ്യമായ കൊലപാതകങ്ങൾ ഏത് കാലഘട്ടത്തിലും മനുഷ്യചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. കബീലകൾക്ക് വേണ്ടിയുള്ള യുദ്ധം, അതുപോലെ തന്നെ അവരവർ വിശ്വസിച്ചിരുന്ന മതത്തിന് വേണ്ടിയുള്ള യുദ്ധം, അതുപോലെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള യുദ്ധം. എന്നാൽ അതൊന്നുമല്ലാത്ത അനാവശ്യമായ കൊലപാതകങ്ങൾ വർദ്ധിക്കും എന്ന്. അതാണ് ഹർജ്. വയക്സുറുൽ ഹർജ്, അൽ ഹർജു അൽ ഖത്ൽ, കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയെത്ര കൊലപാതകങ്ങളാണ്, അനാവശ്യമായ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അടയാളങ്ങൾ, കെട്ടിടങ്ങൾ, അത് നബി ജിബ്രീൽ അലൈഹി സ്വലാമിനോട്
ജിബ്രീൽ അലൈഹി സ്വലാം മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ നഗ്നന്മാരായി ചെരുപ്പ് ധരിക്കാത്ത നാടോടികളായ ആളുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുരഭിമാനം നടിക്കും. തതാവലുൽ ബുന്യാൻ, ആടുമേച്ച് നടന്നിരുന്ന മനുഷ്യന്മാർ അവരുടെ പിന്മുറക്കാർ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ദുരഭിമാനം നടിക്കും. അതൊക്കെ വളരെ കൃത്യമല്ലേ? ഇവൊക്കെയുള്ള ഇപ്പോഴുള്ള കുറച്ചൊക്കെ 50 60 കഴിഞ്ഞ ആളുകൾ അറബ് നാടുകളിൽ ചെന്ന കാലത്ത് പട്ടിണി കിടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ അരിയും തുണിയുമായി പോയി അറബികൾക്ക് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നത് തൊട്ടു മുമ്പുള്ള തലമുറക്കാർ പറഞ്ഞ അവസ്ഥകളാണ്. ഇന്നും അറബ് നാട്ടിൽ ജീവിച്ചിരിക്കുന്ന വൃദ്ധന്മാരായ പ്രവാസികൾക്ക് ഇവൻ്റെയൊക്കെ എൻ്റെ കഫീലിൻ്റെ വാപ്പ സാധാ പണിക്കാരനായിരുന്നു, തോട്ടപ്പണിക്കാരനായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ. പക്ഷേ അവരാണ് ഇന്ന് മാനം മുട്ടുന്ന കെട്ടിടങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നത്, കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ. ആ പറഞ്ഞതാണോ നബി പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ. തതാവലുൽ ബുന്യാൻ, ആടുമേച്ച് നടന്നിരുന്ന ആളുകൾ കെട്ടിടങ്ങൾ നീട്ടിയുണ്ടാക്കി വലുതാക്കി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നബി. അമാനത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ളിയാവുൽ അമാനത്ത് ഇദാ ളുയ്യഅത്തിൽ അമാനത്തു ഫൻതളിറിസാ. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ബോധം, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യത്തിലുള്ള ഉത്തരവാദിത്ത ബോധമാണ് അമാനത്ത് പറഞ്ഞത്. എല്ലായിടത്തും ഉദ്യോഗതലങ്ങളിൽ സർക്കാരിൻ്റെ ഭരണം ഏറ്റെടുത്ത ആളുകളിലുള്ള അമാനത്ത്, ഉദ്യോഗതലങ്ങളിൽ ഏറ്റെടുത്ത അമാനത്ത്, എല്ലാ തരത്തിലുള്ള തൊഴിലിലുമുള്ള അമാനത്ത്, കച്ചവടക്കാരൻ്റെ അമാനത്ത് എല്ലാം നഷ്ടപ്പെടുകയാണ്. അമാനത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. ഒരു പെണ്ണിന് ഇറങ്ങി നടക്കാൻ, വിശ്വസിച്ച് ചാരിത്രം സംരക്ഷിച്ചുകൊണ്ട് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്. അതാണ് അമാനത്ത് നഷ്ടപ്പെടും. അമാനത്ത് നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്ത് നബി പറഞ്ഞിട്ടുണ്ട്, യമന് മുതൽ ഹദറമൗത്ത് വരെ ഒരു പെണ്ണ് ഒറ്റക്ക് നടന്നാൽ ചെന്നായെ മാത്രം പേടിച്ചാൽ മതി, വേറെ ആരും പേടിക്കേണ്ടതില്ല. അത് പിന്നീട് അത് തിരിച്ചു വന്ന് ആ പെണ്ണിന് അത്ര നിർഭയത്വം കിട്ടുമെന്ന് പറഞ്ഞിടത്തുനിന്ന് വീണ്ടും ഭയപ്പാടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. അതാണ് അമാനത്ത്, ഉത്തരവാദിത്വം. ആർക്കൊരു ഉത്തരവാദിത്വമില്ല. ഏതുവരെ എന്ന് പറഞ്ഞാൽ ദീനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന ഖബർ നോക്കിയിട്ട് യാലൈത്തനീ മക്കാനോ, മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഈ സമൂഹത്തിൽ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കലല്ല, മരണമാണ് നല്ലത് എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ വരും. അത്രമാത്രം മതം പരീക്ഷണത്തിന് വിധേയമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അലാമത്ത് സുഹറയാണ്. അലാമത്ത് സുഹറയുടെ കൂട്ടത്തിലാണ് മുഹദ്ദിസുകൾ ഇതൊക്കെ എണ്ണിയിട്ടുള്ളത്. അപ്പം ഇതിൽ ചിലതൊക്കെ നമുക്കിങ്ങനെ അതാവോ ഇതാവോ എന്ന് മനസ്സിലാകുന്നുണ്ട്, ചിലത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി അലാമത്തുൽ കുബറയുണ്ട്, മഹ്ദി വരും. മുഹമ്മദുവിന് എൻ്റെ പേരിലുള്ള, എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ആ പേരിൽ ഈ ദീനിനെ പുനരുദ്ധരിക്കാൻ ഒരു മഹ്ദി വരും. എവിടെ വരും, എന്ന് വരും, ആരുടെ മകനായിരിക്കും, ഏത് ഗോത്രത്തിലാണെന്നും നബി പറഞ്ഞിട്ടില്ല. അത് പല ആളുകളും സിയാക്കൾ അത് അബി താലിബ് തിരിച്ചു വരും എന്നതാണെന്നും, ചില ആളുകൾ അലിബിൻ അബി താലിബിൻ്റെ പേരക്കുട്ടികളിൽ ഒരാൾ മുഹമ്മദ് എന്ന പേരായ ഒരാൾ വീണ്ടും വരുമെന്നും അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളും ആ കാര്യത്തിലുണ്ട്. അത് നമുക്ക് അറിയാത്തത്. ദജ്ജാൽ വരും. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ വേറെ എങ്കിലും ഒരു ജന്തുവല്ല, ബനി ആദമിൽ, ആദമിൻ്റെ മക്കളിൽ, മനുഷ്യ മക്കളിൽപ്പെട്ട ഒരാളായിരിക്കും ദജ്ജാൽ. പക്ഷെ അവൻ്റെ രൂപത്തിലും ഭാവത്തിലും ചില വ്യത്യാസങ്ങളുണ്ടാവും. ദജ്ജാൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുബത്തുൽ ബൈളാ, മനാറത്തുൽ ബൈളാ, ഡമസ്കസിൻ്റെ കിഴക്കു ഭാഗത്തുള്ള, എത്ര കൃത്യമായി ആ സ്പോട്ട് നബിയാണ്ട് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഡമസ്കസിൻ്റെ കിഴക്കു ഭാഗത്തുള്ള മനാറത്തുൽ ബൈളാഇൻ്റെ മുകളിലേക്ക് മലക്കുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് തലയിൽ വെള്ളം ഇങ്ങനെ ഉറ്റുന്ന വിധത്തിൽ നല്ല കുളിച്ച് ശുദ്ധമായി തലയിൽ നിന്ന് ഈർപ്പമുറ്റുന്ന തരത്തിലുള്ള അവസ്ഥയിൽ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും. 40 കൊല്ലം അദ്ദേഹം ഭരണം നടത്തും.
എന്നിട്ട് ദജ്ജാലിനെ കൊല്ലും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ അലാമാത്തുൽ കുബറയാണ്. അതൊക്കെ എങ്ങനെ, എവിടെ, അതൊന്നൊക്കെ എത്ര സ്പോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാഖിൻ്റെ കിഴക്കു ഭാഗത്ത് ഷർഖി ദമസ്കസിൻ്റെ കിഴക്കു ഭാഗത്തുള്ള മനാറത്തുൽ ബൈളായിലാണത് വരിക. ഏത്? അല്ലല്ല, ഡമസ്കസ് അല്ല, സിറിയയിലെ ആ തലസ്ഥാനമാണല്ലോ ഡമസ്കസിൻ്റെ കിഴക്കു ഭാഗത്ത് അങ്ങനെ വരും എന്നൊക്കെ നബി പറഞ്ഞത് നമ്മൾ കേൾക്കാം. എന്നവിടെ ഒരു മുനാരുണ്ട്, മനാറത്തുൽ ബൈളായി എന്ന പേരില്ല ഉള്ളൊരു മുനാരം അവിടെയുണ്ട്. ഇനി അത് തന്നെയാണോ നബി ആ പറഞ്ഞ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് പൊളിച്ചിട്ടാൽ മതിയല്ല ഹദീസ് പൊളിയാൻ. ഹദീസാണ് പൊളിയാൻ, ആ മിനാരാണ് പൊളിച്ചിട്ടാൽ പോരെ. എന്നാൽ നബി പറഞ്ഞ് അങ്ങനെ ഒരു മിനാറത്തുൽ ബൈളാ അവിടെ ഇല്ലാറിനോട്. അപ്പം അങ്ങനെ ആവാം. ആയാതി ഇപ്പം ഖുർആനിലും ഹദീസിലൊക്കെ വന്ന പല സ്ഥലങ്ങളും അതാണ് ഇതാണ് എന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പിന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ സ്ഥലം അമ്മാനിൽ നിന്ന് 70 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു റഖീം എന്ന സ്ഥലത്താണ്. ഇന്നും ആ പേര് റഖീം എന്ന് തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇനി അതല്ല, വേറെ ചില പെട്രയിലാണെന്നും മറ്റു തുർക്കിയിലാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. അപ്പോൾ അതുപോലെ ഈ മനാറയാണോ അതാണെന്നാണ് ജനങ്ങൾ ഇന്ന് പറഞ്ഞു വരുന്നത്. ഈ മനാറത്തുൽ ബൈളാ ആണ്, പിന്നെ ഡമസ്കസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മനാറത്തുൽ ബൈളായിലാണ്, ഇവിടേക്കാണ് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരിക എന്നുള്ളതാണ്. യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന മനുഷ്യവർഗത്തിൽ തന്നെയുള്ള അക്രമികളായ ഒരു 2 ഗോത്രങ്ങൾ ഇറങ്ങി വരും. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ നുസൂലിൻ്റെ ശേഷമായിരിക്കും യഅ്ജൂജ് മഅ്ജൂജ് വരിക എന്നും അതെല്ലാം മുമ്പാണ് എന്നൊക്കെ വ്യാഖ്യാതാക്കൾ ഹദീസിനെ വ്യാഖ്യാനിച്ചവർ പറഞ്ഞിട്ടുണ്ടെന്നതല്ലാതെ കൃത്യമായി നബി സ്പോട്ട് പറഞ്ഞു തന്നിട്ടില്ല. അതുപോലെ ശംസ്, സൂര്യൻ പടിഞ്ഞാറുദിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള പുക, ഹിജാസ് മുതൽ ഒരു പുകപടലം വരും. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പുകപടലം വരും. ജനങ്ങൾക്ക് ദുസ്സഹമായ ഒരവസ്ഥ വരും. ആളുകൾ അത്ഭുതപ്പെടും. ലോകാവസാനത്തിൻ്റെ ലോകം നാശത്തിലേക്കാണ് എന്ന ഒരു സൂചന അതിൽ കൂടി ജനങ്ങൾക്ക് കിട്ടും. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദുഖാനുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. മശരിക്കിലും മഗ്രിബിലും അതുപോലെ തന്നെ ജസീറത്തുൽ അറബിലും 3 വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എന്ത് വെച്ചിട്ടാണ്, ഏത് അടിസ്ഥാനം വെച്ച് നമ്മൾ വ്യാഖ്യാനിക്കൽ എങ്ങനെയാണ്? മശരിക്കിൽ ഭൂകമ്പം ഉണ്ടാവും, ഖസ്ഫ്, വലിയ ഭൂകമ്പമുണ്ടായി ജനങ്ങളൊക്കെ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്ന തരത്തിലാണ് വിള്ളലുകൾ ഉണ്ടാകും ഭൂമിക്ക്. മഗ്രിബിലുണ്ടാകും, അതുപോലെ തന്നെ ജസീറത്തുൽ അറബിലുണ്ടാകും. ഇതൊക്കെ വരാൻ പോകുന്നതാണെന്ന് കാത്തിരിക്കുക. വരുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാകുമെന്ന് കരുതുക എന്നല്ലാതെ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ നമ്മളാളല്ല. കാരണം നബി പറഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽപ്പെട്ടതാണ് അഖ്റജ്നാ ലഹും ദാബ്ബത്തൻ മിനൽ അർളി തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബി ആയാതിനാ ലാ യൂഖിനൂൻ. ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നില്ല, ദൃഢമായി വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്ന ഒരു ദാബത്തുൽ അർളിനെ ആ സമയത്ത്, അതായത് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കൽപ്പന സംഭവിച്ചു കഴിയുമ്പോൾ നാം പുറത്തിറക്കും. എന്നിട്ട് വയൗമ നഹ്ശുറു മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജൻ, വയൗമ നഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ഹസറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി, അതാണ് മഹ്ശർ, ഒരുമിച്ച് കൂട്ടുന്ന ആ സ്ഥലം എന്ന്. വയൗമ നഹ്ശുറു മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജൻ, ഓരോ സമൂഹത്തിൽ നിന്നും ഓരോ ആൾക്കൂട്ടങ്ങളായി, ഫൗജുകളായി, ഓരോ ഉമ്മത്തിനെയും ഓരോ പ്രവാചകൻ്റെ അനുയായികളെയും ഓരോ കൂട്ടങ്ങളായി നാം ഒരുമിച്ച് കൂട്ടും. മിമ്മൻ യുകദ്ദിബു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയിരുന്നവനിൽ നിന്നുള്ള ഓരോ കൂട്ടം, കളവാക്കിയിരുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ഓരോ പ്രവാചകൻ്റെയും അനുയായികളെ കൂട്ടം കൂട്ടമായിട്ട് അള്ളാഹു തആല ഫഹും യൂസഊൻ, അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അവരെ അള്ളാഹു തആല കളവാക്കിയിരുന്ന ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അവരോട് ചോദിക്കാനാണ് ഹത്താ ഇദാ ജാഉ, അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ, അള്ളാഹു ഒരുമിച്ച് കൂടാൻ വിചാരിച്ച ആ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ, അവർ വന്നു കഴിഞ്ഞാൽ, ഖാല, അള്ളാഹു ചോദിക്കും, അകദ്ദബ്തും ബി ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കളവാക്കിയിരുന്നുവോ? വലം തുഹീതു ബിഹാ ഇൽമ,
നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ലായിരുന്നോ? നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് അത് മനസ്സിലായിരുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കും. അതായത് ഇപ്പം അവർക്ക് മനസ്സിലായി, പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടാണ്. ബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിൻ്റെ കണ്ണിന് നല്ല മൂർച്ചയുണ്ടല്ലോ എന്ന് അള്ളാഹു പരലോകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയായിരുന്നില്ല അല്ലേ? നിങ്ങൾ കളവാക്കിയിരുന്നു, അതിനെപ്പറ്റിയുള്ള ഇൽമ് അറിവ് നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല അല്ലേ? അമ്മാദാ കുൻതും തഅമലൂൻ, അതല്ല നിങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? കളവാക്കി ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്നാ നമ്മൾ ചോദിക്കുമല്ലോ. അമ്മാദാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കാതെ എന്തായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്? ആയാത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളാകുന്ന ഖുർആനിൻ്റെ കൽപ്പനകൾ. ആ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതൊക്കെ അതിൽപ്പെടും. ഇവിടെ ആയാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ഖുർആനാണല്ലോ, അതാണ് ആയാത്തി. വലം തുഹീതു ബിഹി ഇൽമ. പിന്നെ അമ്മാദാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചിരുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അള്ളാഹു ചോദിക്കും. വവഖഅൽ ഖൗലു അലൈഹിം, അങ്ങനെ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ വാക്ക് സംഭവിച്ചിരിക്കും. അള്ളാഹുവിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ആ ശിക്ഷ, നിങ്ങൾ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമെന്ന ആ കൗല്, ആ വാക്ക് സംഭവിച്ചു കഴിഞ്ഞു, അതായത് സംഭവിച്ചിരിക്കും. ബിമാ ലലമു, അവർ അക്രമിച്ചത് കാരണത്താൽ, അവർ അക്രമം പ്രവർത്തിച്ചത് കാരണത്താൽ. ഫഹും ലാ യൻതിഖൂൻ, അപ്പോൾ അവർ ഒന്നും മിണ്ടുകയില്ല, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, അവർക്ക് ഒരു തെളിവില്ല, അവർക്ക് പറഞ്ഞു നിൽക്കാൻ ഒന്നുമില്ലല്ലോ, ഒരു ന്യായമില്ലല്ലോ. അതുകൊണ്ട് അവർ മിണ്ടാതെ നിൽക്കുന്നതാണ്. പരലോകത്തൊരവസ്ഥയാണ്. അലം യറോ എന്നിട്ട് അള്ളാഹ് പറയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് വരണം, നിങ്ങളൊന്ന് നോക്കണം. അമ്മാദാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്തെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ പ്രവർത്തിച്ചത്. അപ്പം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ആലോചിക്കണം, നിങ്ങളൊക്കെ ഒന്നുകൂടി ചിന്തനം ചെയ്യണം. അതാണ് ഇനി പറയുന്നത്. അലം യറോ, അവർ കാണുന്നില്ലയോ? ഇതൊക്കെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് പറയുന്നത്. അവർ മരിച്ചു ചെന്നാലുണ്ടാവുന്ന ഒരവസ്ഥയെപ്പറ്റി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖുർആനിൽ കൂടി അവരോട് പറയാണ്. അപ്പം അങ്ങനെയൊക്കെ അവർക്ക് സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു സംഭവത്തിൽ ശിക്ഷയിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ അലം യറോ, അവർ കാണുന്നില്ലേ? അന്നാ ജഅൽനൽ ലൈല, നാം രാത്രിയെ ആക്കി, ലിയസ്കുനൂ ഫീഹി, അതിൽ അവർ അടങ്ങി ഒതുങ്ങി ശാന്തമാകാൻ വേണ്ടി. രാത്രി എന്ന് പറഞ്ഞാൽ മനുഷ്യന് സുക്കൂന്, ശാന്തമായി ഇരിക്കാനുള്ള ദിവസം. മനുഷ്യൻ്റെ മനസ്സും ശരീരവും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ്റെ അവയവങ്ങളെല്ലാം ശാന്തമാകുന്ന സമയമാണ് രാത്രി സമയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അല്ലാഹു തആല രാത്രിയും പകലും മാറ്റുക. പകലായാൽ എല്ലാം ഉന്മേഷമായി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മളെ പണിക്ക് പോവുകയും രാത്രിയെല്ലാം അടങ്ങി ഒതുങ്ങി ശാന്തമാവുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ പ്രകൃതിയിൽ അല്ലാഹു നിശ്ചയിച്ചത്. അപ്പോൾ അവലം യറൂ അന്നാ ജഅൽനൽ ലൈല ലിയസ്കുനൂ ഫീഹി, രാത്രി അവർക്ക് ശാന്തമായിരിക്കാൻ വേണ്ടി, അടങ്ങി ഒതുങ്ങിക്കൂടാൻ വേണ്ടി രാത്രിയെ നാം നിശ്ചയിച്ചത് അവർ കാണുന്നില്ലേ? അതായത് രാത്രിയെ അവർക്ക് അല്ലാഹു അങ്ങനെയാണ് കീഴ്പ്പെടുത്തി കൊടുത്തു. വന്നഹാറ, പകലിനെയും മുബ്സിറൻ, അവർക്ക് വെളിച്ചം കാണുന്നതായി. മുബ്സിർ എന്ന് പറഞ്ഞാൽ അവർക്ക് വെളിച്ചം കാണുന്ന പകലിനെയും ശാന്തമായി വിശ്രമിക്കാനുള്ള രാത്രിയെയും അല്ലാഹു നിശ്ചയിച്ചു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. രാത്രിയും പകലുകളും രണ്ട് അവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ മനോഗതിയിലും നമ്മുടെ ഓരോ കാര്യത്തിലും ഉണ്ടാകുന്ന രണ്ട് അവസ്ഥ നമ്മൾ ഇന്നും അനുഭവിക്കാറുള്ളൂ. രാത്രിയായി പിന്നെ പകലായി, രണ്ടും രണ്ട് അനുഭവങ്ങൾ തന്നെയാണ് നമുക്ക്. അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ രാത്രികളും പകലുകളും അള്ളാഹു നിശ്ചയിച്ച നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വയൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ, സൂർ എന്ന് പറഞ്ഞാൽ കാഹളം, കൊമ്പ് എന്നൊക്കെയാണ്.
സൂറിൽ ഊതപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യപ്പെടുന്ന ദിവസം. ഖുർആൻ അഭിമുഖീകരിച്ചിരുന്ന ആ സമൂഹത്തിൽ ഒരു കാര്യം വിളംബരം ചെയ്യണമെങ്കിൽ കാഹളത്തിലൂതുക, കൊമ്പിലൂതുക എന്ന പതിവായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ ആ പദപ്രയോഗമാണ് അതാണ് യുംഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യപ്പെടുന്ന ദിവസം. വയൗമ യുംഫഖു ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാതി വൽ അർളി, ആകാശഭൂമിയിലുള്ളവരെല്ലാം ഭയപ്പെടും. അതാണ് ഫസായിൻ്റെ ഒരു നഫ്ഖത്ത്. ഹദീസുകളിലൊക്കെ കാണാം 2 തരത്തിലുള്ള നഫ്ഖത്തും 3 തരത്തിലുള്ള നഫ്ഖത്തുകളുണ്ട്. ആവശ്യമില്ലാത്ത കടലാസാണ്. 3 തരത്തിലുള്ള നഫ്ഖത്തുകളായിട്ട് ഹദീസുകളുണ്ട്. ഒന്നാമത്തത് നഫ്ഖത്തുൽ ഫസായ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒരു വിളംബരം നടത്തുമ്പോൾ മനുഷ്യരെല്ലാം ഭയപ്പെടും. ഫസാഉൽ അക്ബർന്ന, മനുഷ്യരൊക്കെ ഭയപ്പെടുന്ന ആ വിളംബരം ഒരു പക്ഷേ ഖിയാമത്തിൻ്റെ അലാമാത്തുൽ കുബ്ര പ്രത്യക്ഷപ്പെടലും അതുകൊണ്ട് മനുഷ്യനിലുണ്ടാകുന്ന ഒരു ഭയപ്പാടുകളും പരിഭ്രമവും എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന അവസ്ഥയായിരിക്കാം. അതാണ് നഫ്ഖത്തുൽ ഫസാഉൽ അക്ബർ. രണ്ടാമത്തെ നഫ്ഖത്ത് നഫ്ഖത്തു സായിഖ്. അപ്പോൾ ആ ഭയപ്പെട്ടിരിക്കുമ്പോഴാണ് രണ്ടാമതൊരു വിളംബരം, ഒരു ഊത്ത്, കാഹളത്തിലൂത്ത്. ആ സായിഖിൻ്റെ, അതായത് എല്ലാവരും മരിച്ചു വീഴുന്ന ഒരു നഫ്ഖത്ത്. മൂന്നാമത്തേത് നഫ്ഖത്തുൽ ഖിയാം അല്ലെങ്കിൽ നഫ്ഖത്തുൽ ബഅസ്, പുനർജീവിപ്പിക്കുന്ന നഫ്ഖത്ത്. മൂന്നാമത്തെ ഊത്തിന് വീണ്ടും പുനർജീവിപ്പിക്കും മനുഷ്യന്മാർ. ഇനി ഖുർആൻ്റെ മറ്റു ആയത്തുകളിൽ 2 നഫ്ഖത്തായിട്ടും കാണാം. ഒന്നാമത്തെ ഒരു നഫ്ഖത്തിൽ മനുഷ്യൻ പേടിച്ച് ഭയപ്പെട്ട് അതിൻ്റെ പര്യവസാനം മരണമായിരിക്കും, പിന്നീട് പുനർത്തെഴുന്നേൽക്കും. ഏതായിരുന്നാലും 2 അർത്ഥത്തിലായിരുന്നാലും ഒരേ കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അലം വയൗമ യുംഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന ദിവസം. ഫഫസിഅ മൻ ഫിസ്സമാവാതി വൽ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവർ, ആകാശത്തിലുള്ളവരെല്ലാം ഭയപ്പെടും. വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. അതാരാണ്? ഒരുപക്ഷെ മലക്കാണല്ലോ ഇത് ഊരുന്നത്. അതുപോലെ മലക്കുകളിൽ ചില ആളുകൾക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട് അവർക്ക് ഫസ ഉണ്ടായില്ല എന്ന് വന്നേക്കും. അതല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഫസ ഉണ്ടായില്ല എന്ന് വന്നേക്കും. ഏതായിരുന്നാലും അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. എന്നിട്ടോ വകുല്ലും അതൗഹു ദാഖിരീൻ, വകുല്ലുൻ, അവരെല്ലാവരും, എല്ലാ മനുഷ്യരും, മലക്കുകളാവട്ടെ മനുഷ്യരാവട്ടെ ആകാശത്തിലുള്ള എല്ലാവരും, അതൗഹു ദാഖിരീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ, അതൗഹു അവൻ്റെ അടുക്കലേക്ക് അവർ ചെല്ലുന്നതാണ്. ദാഖിരീൻ, നിസ്സാരന്മാരായിക്കൊണ്ട്, വളരെ ചെറിയവരെ. ദഹറ എന്ന് പറഞ്ഞാൽ നിസ്സാരനായി, എളിമയോടുകൂടി അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എല്ലാവരും ചെല്ലുന്നതാണ്. വതറൽ ജിബാല, പർവ്വതങ്ങളെ നിനക്ക് കാണാം. തഹ്സബുഹ ജാമിദ, അത് ഉറച്ചു നിൽക്കുന്നതാണെന്ന് നീ വിചാരിക്കും. ജാമിദത്ത് എന്ന് പറഞ്ഞാൽ ജുമൂദ്, ഉറച്ചു നിൽക്കുക, നിശ്ചലമാണെന്ന് വിചാരിക്കും. തഹ്സബുഹ, പർവ്വതത്തെപ്പറ്റി നീ വിചാരിക്കും. ജാമിദത്തൻ, അത് ഉറച്ചു നിൽക്കുന്നതാണെന്ന്. എന്നാൽ വഹിയ തെമുറു മർറ സഹാബി, മേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ അത് സഞ്ചരിക്കുന്നുണ്ട്. പർവ്വതങ്ങൾ നിൽക്കുകയാണെന്ന് തോന്നും, പക്ഷേ മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ അത് സഞ്ചരിക്കും. ഈ ആയത്തിനെ 2 തരത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന്, ഖിയാമത്ത് നാളിൻ്റെ ആ ഒരു ഭീകരതയിൽ പർവ്വതങ്ങൾ, വയോമ നുസയ്യിറുൽ ജിബാല, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കും. പർവ്വതങ്ങൾ ഓടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഈ ഭ്രമണരൂപത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ പർവ്വതങ്ങൾ അതിശക്തമായി സഞ്ചരിക്കും എന്ന ഒരർത്ഥത്തിലായിരിക്കാം. പക്ഷേ മനുഷ്യന്മാർക്ക് അത് നിൽക്കുകയാണെന്ന് തോന്നുമെങ്കിലും അത് മർറ സഹാബി, ആകാശത്ത് മേഘങ്ങൾ അതിവേഗത്തിൽ പോകുന്നത് പോലെ പോകുന്നുണ്ട് എന്ന ഖിയാമത്ത് നാളിൻ്റെ ഒരു അലാമത്തായിട്ടാണല്ലോ ഈ പറയുന്നത് എന്നതാവാം. അതല്ലെങ്കിൽ ഖിയാമത്ത് നാൾ ആവാതെ തന്നെ ഇപ്പം തന്നെ നമുക്ക് കാണാം പർവ്വതങ്ങളിങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. വലിയ ഭീമാകാരമായ പർവ്വതങ്ങളിങ്ങനെ അനങ്ങാതെ നിശബ്ദമായി നിൽക്കുകയാണെന്ന്. പക്ഷേ ഭൂമിയെപ്പറ്റി പഠിച്ച ആളുകൾക്കറിയാം, ഭൂമിയുടെ കറക്കത്തിൽ പർവ്വതവും അതിശക്തമായി പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്.
പക്ഷെ അതോടൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്കത് നിൽക്കുകയാണെന്നേ തോന്നുകയുള്ളൂ. അത് ജാമിദായി നിൽക്കാനാ തോന്നുന്നത്, പക്ഷേ അതും സഞ്ചരിക്കുന്നുണ്ട്. അതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഭൂമിയിലുള്ള ഒരു പർവ്വതങ്ങളുടെയും ഭൂമിയുടെയും ഭ്രമണത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് അള്ളാഹ് ഈ പറയുന്നത് എന്നതാവാം. അതല്ല, ഖിയാമത്ത് നാളിനെ പറ്റിയാണല്ലോ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം അതുകൊണ്ട് വതറൽ ജിബാല തഹ്സബുഹ ജാമിദ, പർവ്വതങ്ങൾ ഉറച്ചു നിൽക്കുന്നതായിട്ട് നിനക്ക് കാണും. വഹിയ തമുറു മറ സഹാബി, സഹാബ് എന്ന് പറഞ്ഞാൽ മേഘം, മേഘം സഞ്ചരിക്കുന്ന പോലെ മറ യമുറു എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു, അത് സഞ്ചരിക്കുന്നുണ്ട്. സുൻ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണത്. അല്ലദീ അത്ഖന കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും ദൃഢമായി സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണതൊക്കെ. എല്ലാ കാര്യവും വളരെ ഇത്ഖാൻ, വളരെ കൃത്യമായി അള്ളാഹു തആല സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആ അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ് ഈ മലകളൊക്കെ അത് നിൽക്കുകയാണ്, ജാമിദായി നിൽക്കുകയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തന്നെ മലകൾ ഓടുന്ന ഒരവസ്ഥ. അത് അള്ളാഹു അങ്ങനെയാണ് അതിനൊക്കെ സൃഷ്ടിച്ച് നന്നാക്കിയെടുത്തത്. ഇന്നഹു ഖബീറുൻ, തീർച്ചയായും അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബിമാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. അപ്പം നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതും വരാനിരിക്കുന്നതും സംഭവിക്കുന്നതുമായ ചില കാര്യങ്ങളിലേക്കുള്ള സൂചന അള്ളാഹ് നൽകുകയാണ്. ഇതൊക്കെ പർവ്വതങ്ങളൊക്കെ ഓടി സഞ്ചരിച്ച് മേഘങ്ങളെപ്പോലെ സഞ്ചരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. നിങ്ങൾക്കത് നിൽക്കുകയാണെന്ന് തോന്നും. അങ്ങനെ എന്തെല്ലാമോ ഇവിടെ വരാനിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ സൂചന. എന്നിട്ട് പറയാം ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹ്ക്ക് സൂക്ഷ്മമായി അറിയാം. അതുകൊണ്ട് നന്നായി പ്രവർത്തിച്ചോളി. എന്ത് തരത്തിൽ ലോകത്തിൻ്റെ നാശം വരികയാണെങ്കിലും ആ നാശത്തിൽ നമ്മൾ കുടുങ്ങാതിരിക്കാൻ, പെട്ടുപോകാതിരിക്കാൻ നമ്മൾക്ക് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കഴിയുന്ന മാതിരി പ്രവർത്തിക്കണം എന്ന ആ ഒരു സന്ദേശമാണ് ഇന്നഹു ഖബീറുൻ ബിമാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അത്ര വലിയൊരു എന്തെല്ലൊക്കെ വരാൻ പോകുന്നുണ്ട്. എന്നിട്ടോ നമ്മളെന്താ ഇതിന് മാത്രം നമുക്കെന്താ ചെയ്യാനുള്ള ഒന്നുമില്ല. അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ച മാതിരി നമ്മൾ ചെയ്യണം, നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യണം. അതാണ് മൻജാ അബിൽ ഹസന, മൻജാ അബിൽ ഹസനത്തി, ആരെങ്കിലും ഒരു ഹസനത്തുമായി വന്നാൽ, ഹസനത്തായിട്ടുള്ള നല്ല, അൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരു നല്ലത്, നല്ലത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല, നല്ലത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല. അൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ആ നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും മനുഷ്യനെ പഠിപ്പിച്ച ആ നല്ല കാര്യങ്ങൾ, അത് നല്ല വാക്കുകളോ ഇബാദത്തുകളോ നല്ല മനുഷ്യ സേവനങ്ങളോ സഹായങ്ങളോ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന നല്ല സ്വഭാവങ്ങളോ എന്തൊക്കെ ആവട്ടെ, അൽ ഹസനത്ത് അള്ളാഹും റസൂലും പഠിപ്പിച്ച ആ നല്ല കാര്യങ്ങളുമായി ആരെങ്കിലും വന്നാൽ ഇതൊക്കെ ഇടിച്ച് തകർന്ന് നശിക്കും. അതാ മൻജാ, ആരെങ്കിലും വന്നാൽ ബിൽ ഹസനത്തി, ഹസനത്തും കൊണ്ട് വന്നാൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും, മനുഷ്യരിവിടുന്ന് പോകും, ഇതൊക്കെ നശിക്കും, ഇതൊക്കെ തകർന്നു പോകും. പിന്നീട് നിങ്ങൾ വരും. അതാണ് ഒനുഫിഖ ഫിസ്സൂരി, രണ്ടാമതും ഒരു നഫ്ഖത്ത് വരുമ്പോൾ ഫഇദാഹും ഖിയാമുൻ യൻളുറൂൻ, അവർ എഴുന്നേറ്റ് എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ, ഒരു നാട്ടിവെക്കപ്പെട്ട നാട്ടയിലേക്ക് ഓടി വരുന്നത് പോലെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവർ ഓടിക്കൂടും. അന്ന് മൻജാ അബിൽ ഹസനത്തി, ഒരു ഹസനത്തും കൊണ്ട് ആരെങ്കിലും വന്നാൽ ഫലഹു ഖൈറും മിൻഹാ, അതിൻ്റെ നന്മ, അതിനാൽ കിട്ടുന്ന നന്മ അവന് കിട്ടും. അള്ളാഹ് അത്രേ നമ്മളോട് പറയുന്നുള്ളൂ. ഇതൊക്കെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്, ചില അടയാളങ്ങളൊക്കെ വരും. അന്നേക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ഒരു ഹസനത്ത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിൻ്റെ ഖൈറ് അവനുണ്ടാകും. വഹും, അവർ മിൻ ഫസഇ യൗമ ഇദിൻ, അങ്ങനെ ഹസനത്തും കൊണ്ടുവന്ന ആളുകൾ, വഹും എന്ന് പറഞ്ഞാൽ മൻജാ അബിൽ ഹസന, ഹസനത്തും കൊണ്ടുവന്ന അവർ മിൻ ഫസഇ യൗമ ഇദിൻ, ആ ദിവസത്തെ ഭയപ്പാടിൽ നിന്ന്, ഫസഇ എന്ന് പറഞ്ഞാൽ ഭയപ്പാട്, യൗമ ഇദിൻ ആ ദിവസത്തെ, ആ പരലോക ദിവസത്തെ ഭയപ്പാടിൽ നിന്ന് ആമിനൂൻ, നിർഭയരായിരിക്കും. അപ്പം നമുക്ക് ഇതാണ് അതിൽ നിന്ന് കിട്ടുന്ന, ഇതൊക്കെ അല്ലാഹു തആല നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് എന്തിനാണ്?
ഈ പറഞ്ഞ് പേടിപ്പിക്കുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല. ദാബത്തുല്ലർദ് വരും, ഈസാ നബി ഇറങ്ങും, ദജ്ജാൽ വരും, നമുക്കൊന്നും ചെയ്യാനില്ല, നന്മ ചെയ്യാന്ന് മാത്രം. ഇതൊന്നും ഉണ്ടാവില്ല എന്നും വിചാരിച്ച് തോന്നിയതുപോലെ ജീവിക്കാതിരിക്കുക. ഇതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഖുർആൻ പറയുന്നൊന്നും ഉണ്ടാവില്ല. എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? നമ്മൾ തോന്നൽ. എന്നിട്ട് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കലല്ല. ഇതൊക്കെ ഉണ്ടാകുമെന്ന് അള്ളാഹ് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായേക്കും, ഉണ്ടാകും. നമ്മളത് വിശ്വസിച്ചുകൊണ്ട് ഒരു ഹസനത്തെങ്കിലും കൊണ്ടുവന്നാൽ വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ, ആ ദിവസത്തെ ഭയപ്പാടിൽ നിന്ന് അവർക്ക് നിർഭയത്വം ഉണ്ടായിരിക്കും. അത്രയും നിർഭയത്വം. അവിടെയാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ കണ്ട്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതിയ കുട്ടിക്ക് ഒന്നിൻ്റെ ഉത്തരം എഴുതിക്കൊണ്ട് 5 മാർക്ക് ഏതായാലും എനിക്ക് കിട്ടുന്ന ഉറപ്പാണ്. അതുപോലെ ഒരു ഹസനത്ത് നമ്മൾ ചെയ്താൽ ആ ഫസയിൽ നിന്ന് അത്രയും നിർഭയമാകും. അപ്പോൾ നമ്മൾ ഒരുപാട് ഹസനത്ത് ചെയ്താലോ ഒരുപാട് നിർഭയത്വം നമുക്ക് കിട്ടും. അതിന് അല്ലാഹു തആല നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല ഓഫറും തന്നിട്ടുണ്ട്. ഒരു ഹസനത്തിന് 10 ഹസനത്ത്, അതിലേറെ അതിനെ ഇരട്ടിപ്പിക്കും ആത്മാർത്ഥതയുണ്ടെങ്കിൽ. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, ജീവിതത്തിൽ നമ്മളെ കൊണ്ടാവുന്ന നന്മകൾ ചെയ്യുക. അതിനാണ് ഈ ഖിയാമത്ത് നാളും ലോകാവസാനം അതിൻ്റെ വലിയ അലാമാത്തുൽ കുബറയൊക്കെ അള്ളാഹ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. എന്നാലും അതിൻ്റെ മറുവശം വമൻ ജാഅ ബിസ്സയ്യിഅത്തി, അങ്ങനെ മനുഷ്യനെ ഒരുമിച്ച് കൂടപ്പെടുമ്പോൾ, പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, വമൻ ജാഅ ബിസ്സയ്യിഅത്തി, തിന്മ ഒരു തിന്മയും കൊണ്ടാരെങ്കിലും വന്നാൽ, അൽ ഹസനത്തും അസ്സയ്യിഅത്തും അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് അൽ ഹസനത്ത്? നല്ലതെന്താണ്? അൽ ഹറാമു ബയ്യിനുൻ വൽ ഹലാലു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറും മുസ്തബഹാത്ത്. ഹറാമ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, ഹലാലും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കണ്ട് ഒഴിവാക്കിക്കാളി. ഹലാലാണെന്ന് ഉറപ്പില്ല, ഹറാമാകുമോ എന്ന് പേടിയുണ്ട്, അത് ഒഴിവാക്കാനാണ് നബി പറഞ്ഞത്. ദാഇമാ യുരീബുക്ക ഇലാ മാ ലാ യുരീബുക്ക. ശരിയാണോ തെറ്റാണോ എന്ന് സംശയമുള്ളത് കണ്ട് ഒഴിവാക്കിക്കാളി. എന്നിട്ട് സംശയമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചോളി. അപ്പം അസ്സയ്യിഅത്ത് എന്താണോ അൽ ഹസനത്ത് എന്താണോ അത് നമുക്ക് കൃത്യമായി അറിയാലോ. അൽ ഹസനത്തായിട്ടുള്ള ഖുർആനും ഹദീസും പഠിപ്പിച്ച ആ ഹസനത്തേറ്റ് വന്നാൽ നിർഭയത്വം ഉണ്ടായിരിക്കും. വമൻ ജാഅ ബിസ്സയ്യിഅത്തി, എന്നാൽ ഖുർആൻ അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന സയ്യിആത്തുകൾ, തിന്മ, അത് വലിയതും ചെറിയതുമായ തിന്മകൾ, ആ തിന്മകളുമായിട്ട് ആരെങ്കിലും വന്നാൽ ഫകുബ്ബത്ത് വുജൂഹുഹും, അവരുടെ വജുഹുകൾ, മുഖങ്ങൾ, കുബ്ബത്ത് വീഴ്ത്തപ്പെടും, അവരുടെ മുഖങ്ങൾ വീഴ്ത്തപ്പെടും, ഫിന്നാർ, നരകത്തിൽ. ഒരു തിന്മയുടെ പുറത്ത് തന്നിട്ടില്ലെങ്കിൽ, അള്ളാഹു നമുക്ക് നമ്മൾ ചെയ്യുന്ന തിന്മ പുറത്ത് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ നരകത്തിൽ നമുക്ക് കിട്ടും. അതിൻ്റെ ഗൗരവം കുറയും, ഗൗരവം കൂടും. ഏതായാലും നരകത്തിൽ വീഴ്ത്തപ്പെടും. ഫകുബ്ബത്ത് വുജൂഹും ഫിന്നാർ. എന്നിട്ട് അള്ളാഹ് പറയാണ് അൽ തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നില്ലേ, ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ എന്ന് അള്ളാഹ് അവിടുന്ന് ചോദിക്കും. ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തതിനല്ലാത്ത ശിക്ഷയുണ്ടോ? അള്ളാഹു നീതിമാനാണ്. അപ്പം നീതിമാനായ അള്ളാഹു റഹ്മാനുമാണ്. അപ്പം കാരുണ്യവാനായ അള്ളാഹു പിന്നെന്തിനാ നമ്മളെ ശിക്ഷിക്കുന്നത്? എൻ്റെ തോന്നിയാസം ചെയ്തവനെ അള്ളാഹു തആലാൻ്റെ കാരുണ്യം കൊണ്ടാണ്ട് രക്ഷപ്പെടുത്തിക്കൂടെ? അത് നീതിയല്ല. അള്ളാഹു കാരുണ്യവാനാണെന്ന് പറഞ്ഞ അള്ളാഹു എന്നെ പറഞ്ഞിട്ടുണ്ട് നീതിമാനും കൂടിയാണ്. അപ്പം തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷ കിട്ടുക എന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. നമ്മളെ ഒരാൾ ആക്രമിച്ചാൽ ഓന് ശിക്ഷിക്കപ്പെടണം. അതുപോലെ പടച്ചവൻ്റെ കൽപ്പനയ്ക്ക് എതിരായി ജീവിച്ചാൽ അതിന് ശിക്ഷ കിട്ടുക എന്നത് നീതിയുടെ ഭാഗമാണ്. അപ്പം റഹ്മാനായ അള്ളാഹു നമ്മളോട് കരുണ ചെയ്യും. നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നമുക്ക് പുറത്തു വരും. അതല്ല, ഇസ്തിഗ്ഫാറൊന്നും നടത്താതെ തിന്മയിൽ മുഴുകുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ
തഫ്അലൂന എന്ന് പറയുന്നത് ഒരു പൊതുവായ കാര്യം. എന്താ എല്ലാ ചെയ്തികളും. അമല് എന്ന് പറയുമ്പോൾ അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളുടെ ആ പ്രവൃത്തി, അവൻ ചെയ്യുന്ന തെറ്റുകൾ, അവനോട് വിരോധിക്കപ്പെട്ട തെറ്റുകൾ, അവനോട് കൽപ്പിക്കപ്പെട്ട നന്മകൾ, അതാണ് അമലുകൾ എന്ന് പറയുന്നത്. ഫിയല് എന്ന് പറയുന്ന ഒരു പൊതു കാര്യമാണ്, എല്ലാ ചെയ്തികളും. ആണ് വ്യത്യാസം. ഒരു കൽപ്പനയുടെയോ നിരോധത്തിനെയോ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നതിനാണ് ഖുർആനിൽ അമല് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു കൽപ്പനയും നിരോധവും ബാധകമാവാത്ത ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി, ഓന് ഫെയിലുണ്ട്. എന്താ ഫെയില്? ഓൻ കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അതൊക്കെ ഫെയിലുകളാണ്. ഫെയില് എന്ന് പറഞ്ഞാൽ പൊതുവേ അവൻ്റെ ചെയ്തികൾ. നേരെ മറിച്ച് അത് അമലല്ല. അമലാവണമെങ്കിൽ അൽ തുജ്സൗന, ജസാഇൻ്റെ പിന്നിലാണ് അമലുണ്ടാവുക. അതൊരു കൽപ്പനയുമായി ബന്ധപ്പെട്ട് അത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു നിരോധവുമായി ബന്ധപ്പെട്ട് അത് പ്രവർത്തിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ് അമൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അമലിനാണ് ജസാ ബാധകമായത്. മറ്റത് മനുഷ്യൻ്റെ ഫെയില് എന്ന് പറഞ്ഞാൽ പൊതുവേ മനുഷ്യൻ എല്ലാ സമയത്തും ഒരു ബോധമില്ലാത്ത ഒരാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അത് അമലല്ല. അവനവിടെ മാന്തുന്നു, കഴിക്കുന്നു, ഈ ആദി കാര്യങ്ങൾ, അതുകൊണ്ട് അവന് മറ്റൊരാളെ പിടിക്കുന്നു, അതൊന്നും ഒരു അമലുകളിൽ പെട്ടതല്ല, അതവൻ്റെ പ്രവൃത്തിയാണ്, സ്വഭാവമാണ്. അപ്പോൾ പ്രകൃതിയാ മനുഷ്യനിലുണ്ടാകുന്ന എല്ലാ ചെയ്തികളും ഫെയിലാണ്. നേരെ മറിച്ച് ഒരു കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ, ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അമല്. അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ അത് അള്ളാഹുവിനുള്ള കൂലി കിട്ടുന്നതാവും. അല്ല പിശാചിൻ്റേതാണെങ്കിൽ അത് തെറ്റ് ആവും. അതാണ്. പിന്നെ അൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനല്ലാതെ പ്രതിഫലം നൽകപ്പെടുമോ എന്നവരോട് പറയുന്നത് അള്ളാഹുവിൻ്റെ നീതി. അള്ളാഹു നീതിമാനല്ലേ? നിങ്ങൾ ചെയ്തീനല്ലാതെ നിങ്ങൾക്ക് കൂലിയോ കുറ്റമോ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ അദലിൻ്റെ ഭാഗമാണ്. ഇനി ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ. അപ്പോൾ ഖിയാമത്ത് നാളിൽ അങ്ങനെയായിരിക്കും. നല്ലത് ചെയ്താൽ അതിൻ്റെ നിർഭയത്വമുണ്ടാവും, അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. അള്ളാഹുവിൻ്റെ നീതിയാണ്. അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ ചോദിക്കും, നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ ജസാ വന്നിട്ടില്ലല്ലോ. എന്നിട്ട് തന്നെ പറയാം, ഇന്നമാ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നബിയോട് കുൽ എന്നൊരാശയം അവിടെ ഉണ്ട്. കുൽ നബിയെ നിങ്ങൾ അവരോട് പറയണം, ആ വചനമില്ലെങ്കിലും. ഇന്നമാ ഉമിർത്തു, തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അൻ അഅ്ബുദ, ഞാൻ ആരാധിക്കുവാൻ, റബ്ബ ഹാദിഹിൽ ബൽദ, ഈ രാജ്യത്തിൻ്റെ റബ്ബിനെ എന്ന് അവരോട്, മക്കക്കാരോട് ഖുർആൻ പറയുമ്പോൾ, ഈ രാജ്യം മക്കക്കാരും ആദരിച്ചിരിക്കുന്ന, അവരും ബഹുമാനത്തോടുകൂടി ഞങ്ങളുടെ ആദരിക്കപ്പെട്ട രാജ്യം എന്ന് പറയുന്ന ആ രാജ്യമാണ്. വഹാദൽ ബലദിൽ അമീൻ, നിർഭയമുള്ള രാജ്യം. ഈ രാജ്യത്തിൻ്റെ റബ്ബാരാണോ ആ റബ്ബിന് അല്ലദീ ഹറമഹ, ഈ രാജ്യത്തെ അള്ളാഹു വിശുദ്ധമാക്കിയിരിക്കുന്നു. ഹറമ എന്നുള്ളത് വിപരീതാർത്ഥമുള്ള ഒരു വാക്കാണ്. ഹറമ അൽ ഖംറ, കള്ളിനെ അവൻ നിഷിദ്ധമാക്കിയെന്ന്. എന്നാൽ ഹറമൽ മസ്ജിദ, പള്ളിയെ അവൻ വിശുദ്ധമാക്കിയെന്നാണ്. അതാ മസ്ജിദുൽ ഹറാം. അൽ ഖംറു ഹറാം, അരിബ ഹറാം, റിബ പലിശ ഹറാമാണ്, ഖംറ് ഹറാമാണ്, ഗീബത്ത് ഹറാമാണ് എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. നേരെ മറിച്ച് മസ്ജിദുൽ ഹറാം വിശുദ്ധ പള്ളി. അപ്പം ഇവിടെ ആ വിശുദ്ധിയാണ് അർത്ഥം. ആദിഹിൽ ബൽദത്തില്ലദീ ഹറമഹ, ഈ രാജ്യത്തെ, അതിനെ അല്ലാഹു തആല വിശുദ്ധമാക്കിയിരിക്കുന്നു, ആ റബ്ബിനെ. അപ്പം വിശുദ്ധമായ ഈ രാജ്യത്തിൻ്റെ റബ്ബാരാണോ ആ റബ്ബിനെ നിങ്ങൾക്ക് അറിയലോ, ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. നിങ്ങളും ആ റബ്ബിനെ ആരാധിച്ചോളി. അതാണ് അവരോട് പറയുന്നത്. വലഹു കുല്ലു ഷൈഇൻ, അവനുള്ളതാണെല്ലാം. ഈ രാജ്യത്തിൻ്റെ, ഈ നാടിൻ്റെ റബ്ബ് ആരാണോ അവനുള്ളതാണ് എല്ലാം. ആ മക്കയുടെ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. വ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അകൂന മിനൽ മുസ്ലിമീൻ, ആ റബ്ബിന് കീഴ്പ്പെടുന്നവനായിരിക്കാൻ. അൻ അകൂന, ഞാനായിരിക്കാൻ, മിനൽ മുസ്ലിമീൻ, ആ
ആ റബ്ബിന് കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനുമായിരിക്കണമെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾ ഓരോട് പറഞ്ഞാലേ അതുപോലെ സ്വീകരിക്കണില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. നിങ്ങളും നമ്മളൊക്കെ ആദരിക്കുന്ന ഈ റബ്ബിനെ, ഈ രാജ്യത്തിൻ്റെ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുക. ആ റബ്ബിന് കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ടോ ആ കൂട്ടത്തിലാണ് ഞാൻ ആവണമെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം വഅൻ അത്ലുവൽ ഖുർആൻ, ആരാധിച്ചാൽ മാത്രം പോരാ, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും വേണം. വഅൻ അത്ലുവൽ ഖുർആൻ, ഈ ഖുർആൻ പാരായണം ചെയ്യണമെന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഓടിത്തരുന്നത്. എന്നോട് കൽപ്പിച്ചതുകൊണ്ടാണ് ഞാനത് ഓടിത്തരുന്നത്. ഫമനിഹിത്തത, അതുകൊണ്ട് ഈ ഖുർആൻ കൊണ്ട് ആരെങ്കിലും സന്മാർഗം നേടിയാൽ ഫ ഇന്നമാ യഹ്തദീ ലിനഫ്സിഹി, അവൻ അവൻ്റെ നഫ്സിന് തന്നെയാണ് സന്മാർഗം നേടുന്നത്. ഒമൻ ലല്ല, ഈ ഖുർആൻ ഞാൻ ഓടിത്തരുമ്പോൾ ആരെങ്കിലും പിഴച്ചു പോവുകയാണെങ്കിൽ ഫഖുൽ, നബിയെ പറയുക, ഇന്നമാ അന മിനൽ മുൻദിരീൻ, ഞാൻ താക്കീതുകാരൻ മാത്രമാണ്. പിന്നെന്തല്ല, നിങ്ങളെ നേർമാർഗത്തിൽ പിടിച്ചു കൊണ്ടുവരേണ്ട പണി എനിക്കില്ല. ഞാൻ ഓടിത്തരാൻ പറഞ്ഞു. ഞാൻ അള്ളാഹിനെ ആരാധിക്കുന്നു, നിങ്ങൾക്ക് വേണേ ആരാധിച്ചോളി. ഈ റബ്ബ്, ഈ വിശുദ്ധമായ നാടിൻ്റെ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നത്. അവനാണ് ഞാൻ കീഴ്പ്പെട്ടത്. അവൻ ഇറക്കി തന്ന ഖുർആനാണ് ഞാൻ ഓടുന്നത്. ഇത് കേട്ടിട്ട് ആരെങ്കിലും ഫമനിഹിത്തത ഫ ഇന്നമാ യഹ്തദീ ലിനഫ്സി, ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അവൻ അവൻ്റെ നഫ്സിന് തന്നെയാണ് അതിൻ്റെ ഗുണം. പഠിച്ചോന് നമ്മൾ സന്മാർഗികളായതുകൊണ്ട് ഒരു ഗുണവുമില്ല, നമ്മൾ ദുർമാർഗികളായതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു നഷ്ടവുമില്ലല്ലോ. അതല്ല, വമനല്ല, ആരെങ്കിലും പിഴച്ചു പോയാലോ ഫഖുൽ, പറയുക, ഇന്നമാ അന മിനൽ മുൻദിരീൻ, ഞാൻ താക്കീതുകാരനാണ്. പിഴച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങളതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളെ താക്കീത് നൽകുകയാണ്. വഖുലിൽ ഹംദുലില്ലാ, വഖുൽ, നിങ്ങൾ പറയുക നബി, അൽഹംദുലില്ലാ, അള്ളാഹുവിനുള്ളതാണ് സർവസ്തുതിയും. അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്തുതിയുടെ ഉടമ അള്ളാഹ് തന്നെയാണ്, അല്ലേ? നമ്മളൊക്കെ നമ്മളെ ശരീരവും നമ്മളെ ഇതും നമുക്കൊക്കെ കിട്ടിയ ഈ നിയമത്തൊക്കെ നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്തിട്ടില്ലെങ്കിലും ആ നിയമത്തിൻ്റെയൊക്കെ ദാതാവ് പഠിച്ചോൻ തന്നെയാണല്ലോ. ഇപ്പോൾ ഒരാൾ വളരെ തോന്നിയാസിയായി ജീവിക്കുന്നു, അള്ളാഹ് ഒരുപാട് നിയമത്ത് ചെയ്ത ഒരാൾ, നമ്മൾ അവനങ്ങനെ നോക്കി പറയും, എന്താണ് അവൻ്റെ ഒക്കെ ഒരു ഭാഗ്യം, എന്തൊരു സൗകര്യമാണ് അവന് പഠിച്ചോൻ കൊടുത്തത്, എന്തൊരു ആരോഗ്യം, എന്തൊരു സ്ഥാനമാനങ്ങൾ, എത്ര സമ്പത്ത്, എന്തൊരു നല്ല ജീവിതമാണ് എന്ന് പറയും. ഓൻ അള്ളാഹുവിനെ അംഗീകരിക്കണില്ലെങ്കിലും അവന് കിട്ടിയ നിയമത്തിൻ്റെ ഉടമയായ അള്ളാഹുവിനെ നമ്മളൊക്കെ അംഗീകരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. സയുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അറാ, കാണിച്ചു എന്നാണ്. യുരി, അവൻ കാണിക്കും. സയുരി, പിന്നീട് അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ. പഠിച്ചവൻ്റെ ആയത്ത് ഈ നിർദ്ദേശങ്ങളായിട്ടും കൽപ്പനകളായിട്ടും ചെറിയ ചെറിയ സൂചനകളായിട്ടും ദുന്യാവിൽ നിന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി കൃത്യമായും അള്ളാഹുവിൻ്റെ ആയത്ത് നിങ്ങൾക്കവൻ പിന്നീട് കാണിച്ചു തരും. ഫതഅരിഫൂനഹ, അപ്പോൾ നിങ്ങൾ അതിനെ മനസ്സിലാക്കും. അത് പഠിച്ചവൻ തന്നെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിർത്തും. സ്വർഗം നരകം കാണും, വിചാരണ കാണും, ഇതൊക്കെ നശിക്കുന്നതായിട്ട് കാണും. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഫതഅരിഫൂനഹ, ആ ആയത്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ആ അള്ളാഹുവിൻ്റെ ആയത്തുകളെ അപ്പം നിങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ മുമ്പ് തന്നെ ഇവിടുന്ന് ഇത് ഉൾക്കൊണ്ടോളി. ഒമാ റബ്ബുക ബിഗാഫിലിൻ, നിൻ്റെ റബ്ബ് അശ്രദ്ധനല്ല. അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഒക്കെ അള്ളാഹു കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു ഇതിൽ നിന്ന് കിട്ടേണ്ട ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.